ഇന്നിപ്പോ സജീവമായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സോന എന്ന് പറയുന്ന 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്ത. ആത്മഹത്യക്കുറിപ്പിലുള്ളതായിട്ട് പറയപ്പെടുന്നത് മതപരിവർത്തനത്തിന് അല്ലെങ്കിൽ പ്രണയത്തിന്റെ അവസാനം വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മതപരിവർത്തനം ഒരു നിബന്ധനയായി വെച്ച ആലുവക്കാരൻ റമീസിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും കുറിച്ചുള്ള വാർത്തയാണ്. ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവമല്ല. പ്രധാനമായിട്ട് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇതിനു മുൻപ് പല സമയത്ത് പറഞ്ഞിട്ടുണ്ട്, കേരള സ്റ്റോറി എന്ന് പറയുന്ന പ്രൊപ്പഗാൻഡ സിനിമയെ എതിർക്കുമ്പോഴും അതിന്റെ വസ്തുതാവിരുദ്ധമായ അല്ലെങ്കിൽ എക്സാഗറേറ്റഡ് ആയിട്ടുള്ള മുസ്ലിം വെറുപ്പ്, മുസ്ലിങ്ങളെ മൊത്തത്തിൽ ഭയപ്പെടേണ്ടവരാണ് എന്ന പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയത്തിന്റെ പ്രൊപ്പഗാൻഡ സിനിമയെ ശക്തമായി എതിർക്കുമ്പോഴും അതിനെ വിയോജിക്കുമ്പോഴും ഞാൻ എല്ലാ സമയത്തും പറയുന്ന ഒരു കാര്യമാണ്, മുസ്ലിം പെൺകുട്ടികളെയോ ആൺകുട്ടികളെയോ പ്രണയിക്കുന്നവർ ശ്രദ്ധിക്കണം. പരമാവധി പ്രണയിക്കരുത്. ജാതി മതമൊന്നും ഞാൻ ചോദിക്കാറില്ല, ഒരു കാര്യത്തിനും എന്നെ വിളിക്കുന്നവരോട് സംസാരിക്കുന്നതിന് ആശയ പ്രചാരണത്തിലൊന്നും ചോദിക്കാറില്ല. പക്ഷെ പ്രണയിക്കുമ്പോൾ നിങ്ങൾ മതം നോക്കുകയും ഒരു ഭാഗത്ത് മുസ്ലിം ആണെങ്കിൽ ജാഗ്രത പാലിക്കുകയും വേണം. ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ പ്രണയത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമിതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി, അത് സ്ത്രീയോ പുരുഷനാവട്ടെ, ഒരു ഭാഗത്ത് മുസ്ലിം ആണെങ്കിൽ ഒരല്പം ജാഗ്രത, ഒരല്പമല്ല നല്ല ജാഗ്രത നിങ്ങൾ പുലർത്തേണ്ടതുണ്ട്. അത് ഒന്നാമത്തെ ദിവസം തൊട്ട് ആ ജാഗ്രത നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആ ജാഗ്രത നിങ്ങൾ ഈ നാട്ടിലുള്ള മുസ്ലിങ്ങളോടും ഈ നാട്ടിലുള്ള ഹിന്ദുക്കളോടും ഈ നാട്ടിലുള്ള സകല മനുഷ്യരോടും ഏറ്റവും അവസാനം അവനവനോടും അവനവന്റെ കുടുംബത്തോടും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? ഇസ്ലാം മതത്തിനകത്ത് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനകത്ത് സാധാരണഗതിയിൽ അമുസ്ലിമായ ഒരു പങ്കാളിയോടൊപ്പം ജീവിക്കുക അസാധ്യമാണ്. നിങ്ങളുടെ വിശ്വാസമോ നിങ്ങളുടെ ആദർശമോ മാറിക്കൊണ്ടുള്ള ഒരു വിവാഹം എത്രത്തോളം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇസ്ലാമിനകത്ത് മുസ്ലിം സമൂഹത്തിനകത്ത് നിൽക്കുന്നവരുടെ ഭയം അല്ലെങ്കിൽ അവരെ കുറിച്ച് ഞാൻ പറയാം, എത്രത്തോളം നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല. AP സുന്നി എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സുന്നി വിഭാഗം, ആ വിഭാഗത്തിലുള്ള ആളുകൾ മറ്റേതെങ്കിലും ഒരു സമൂഹത്തിനകത്ത്, അതായത് മറ്റേതെങ്കിലും ഒരു മതസംഘടനയുടെ, ഉദാഹരണത്തിന് മുജാഹിദ് അല്ലെങ്കിൽ ജമാഅത്ത്, തബ്ലീഗ് തുടങ്ങിയിട്ടുള്ള ആശയത്തിലുള്ള ആളുകളെ വധുവായിട്ട് കൊണ്ടുവരുന്ന സമയങ്ങളിൽ അവരെ വീടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് ആദ്യം ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കുന്ന, മതത്തിലേക്ക് ചേർക്കുന്ന ഒരു പരിപാടി നടക്കുന്നതായിട്ട് മലബാറിലെ അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ പല ഭാഗത്തു നിന്ന് എനിക്ക് വരും കിട്ടിയിരുന്നു. അതായത് മുസ്ലിം സമൂഹത്തിനകത്ത് ജീവിക്കുന്ന കുട്ടികളിൽ ഏതെങ്കിലും ഇവരുടേതല്ലാത്ത ഒരു സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു കുട്ടി ഇവരുടെ സംഘടനക്കാരനായിട്ടുള്ള ഒരാൾ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ വീടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഷഹാദത്ത് കലിമ ചൊല്ലുന്ന വൃത്തികേട് ഇവിടെ നടക്കുന്നുണ്ട് എന്ന് അറിയുമ്പോഴാണ് നിങ്ങൾ ഇതിന്റെ ഒരു കാഠിന്യം മനസ്സിലാക്കുക. കൃത്യമായ ജാഗ്രതയും കൃത്യമായിട്ടുള്ള ആശയവിനിമയവും കൃത്യമായ ഉറപ്പും ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിന്റെ, നിങ്ങളുടെ സ്വന്തത്തിന്റെ സമാധാനം ആദ്യം നഷ്ടപ്പെടുത്തും. പിന്നെ അവസാനം ഈ അവസ്ഥയിൽ വരെ നിങ്ങളെ കൊണ്ടെത്തിച്ചേക്കാം. മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഒരു അപകടമാണ് മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയോടുള്ള പ്രണയം എന്ന് മനസ്സിലാക്കുക. ഇത് ഞാൻ മുസ്ലിം വെറുപ്പ് കൊണ്ട് പറയുന്നതല്ല, മുസ്ലിങ്ങളോട് കൂടിയുള്ള സഹാനുഭൂതി കൊണ്ട് പറയുന്നതാണ്.